നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ഡോക്സ് ആണ്. ഗൂഗിൾ ഡോക്സ് നമുക്കറിയാം എന്താണ്, ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ ആയിട്ടൊക്കെ അതിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യാനും സ്പ്രെഡ്ഷീറ്റുകളിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാനും സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് ഓൺലൈനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന ഒരു ഫ്രീ ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ഇത് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഡോക്സ് ഈസ് എ ഫ്രീ വെബ് ബേസ്ഡ് application in which document and spreadsheet he can be created, edited and stored online. ഓൺലൈനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് സ്പ്രെഡ്ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതുപോലെ ഡോക്യുമെൻറ്റ്സുകളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഫ്രീ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡോക്സ്. ഓക്കെ അല്ലേ? അതിൽ തന്നെ പറയുന്ന മറ്റൊരു മീനിങ് ആണ് ഗൂഗിൾ ഡോക്സ് ഈസ് എ ഫ്രീ ഓൺലൈൻ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് ടൂൾ ഓഫേർഡ് ബൈ ഗൂഗിൾ ഓഫർ ചെയ്യുന്ന ഒരു വേർഡ് പ്രോസസ്സിംഗ്, ഓൺലൈൻ വേർഡ് പ്രോസസ്സിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് നമുക്ക് എന്ത് പറയാം, ഗൂഗിൾ ഡോക്സിനെ പറയാം. ഇത് ഓൺലൈനിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. നമുക്കിത് ക്രിയേറ്റ് ചെയ്യുക, സ്പ്രെഡ്ഷീറ്റും ഡോക്യുമെൻറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല എഡിറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഗൂഗിൾ സർവീസിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് നമുക്ക് എന്തിനാ പറയാം, ഗൂഗിൾ ഡോക്സിനെ പറയാം. അപ്പോൾ ഗൂഗിൾ ഡോക്സ് ഒരു വേർഡ് പ്രോസസ്സിങ്ങാണ്. നമുക്ക് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ, സ്പ്രെഡ്ഷീറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഫയൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു ഗൂഗിൾ ഡ്രൈവ് സർവീസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു ഭാഗമാണ് ഫയൽ സ്റ്റോറേജ് ആൻഡ് സിങ്ക്രോണൈസേഷൻ സർവീസ്. ഫയൽ സ്റ്റോറേജ് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലേ, സ്റ്റോർ ചെയ്ത് വെക്കുകയും അതുപോലെ സിങ്ക്രോണൈസേഷൻ സർവീസ്, അതിനെ ഒന്നിപ്പിക്കുക, സമന്വയിപ്പിക്കുക എന്നൊക്കെ പറയും കേട്ടോ. സിങ്ക്രോണൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സമന്വയിപ്പിക്കുന്ന ഒരു സർവീസും. എന്താണ് അതിൽ പറയുന്നത് നോക്കാം. ഫയൽ സ്റ്റോറേജ് ഈസ് ആൾസോ കോൾഡ് ഫയൽ ലെവൽ അല്ലെങ്കിൽ ഓർ ഫയൽ ബേസ്ഡ് സ്റ്റോറേജ്. ഫയൽ ബേസ്ഡ് സ്റ്റോറേജ് ആയിട്ടോ അല്ലെങ്കിൽ ഫയൽ ലെവലായിട്ടോ ഇതിനെ നമുക്ക് വിളിക്കാം. ദാറ്റ് സ്റ്റോർഡ് ഡാറ്റ ഇൻ ഹൈറാർക്കിയൽ സ്ട്രക്ചർ. ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചറിൽ നമുക്ക് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫയൽ സ്റ്റോറേജ് ആണ് എന്ത്, ഈ ഒരു ഫയൽ സ്റ്റോറേജ് അല്ലെങ്കിൽ സിങ്ക്രോണൈസേഷൻ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു പ്രത്യേക സ്ട്രക്ചറിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ആക്സസ് in different ways like in Unix or Linux. It is used by network file system and server managed blocks is a SMB protocol by the Microsoft Windows. ഓൺലൈനായിട്ട് നമുക്ക് എന്താണ്, ഓൺലൈനായിട്ട് ഫയൽ സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ എന്താ സെർവറിലൂടെ മാനേജ് ബ്ലോക്സുകൾ പ്രോട്ടോക്കോളും മൈക്രോസോഫ്റ്റ് വിൻഡോസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ യൂണിക്സ് ലിനക്സ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫയലിനെ ആക്സസ് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉള്ള ഒരു സംഗതിയാണ് ഈ ഒരു പറഞ്ഞത്. അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കലും അതുപോലെ സമന്വയിപ്പിക്കുക എന്നതുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഓൺലൈൻ നെറ്റ്വർക്ക് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റു ഡിഫറെൻറ്റ് വേയിലൂടെ ഇത് ചെയ്യാൻ സാധിക്കും. യൂണിക്സ് ലിനക്സ് പോലുള്ള മറ്റു ഡിഫറെൻറ്റ് വേസിലൂടെ ഇത് ആക്സസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ട് രീതിയിലാണുള്ളത്, 2-way സിങ്ക്രോണൈസേഷനും 1-way സിങ്ക്രോണൈസേഷനും. 2-way സിങ്ക്രോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലാറ്ററലാണ്. ഓക്കെ, ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് നാട്ടോ, ഈ ബൈ അല്ല BIA നാട്ടോ, സോറി മിസ്റ്റേക്കാണ് ഇത് കേട്ടോ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡയറക്ഷണൽ
സിങ്ക്രോണൈസേഷൻ ഓർ ബോത്ത് വേയ്സ് സിങ്ക്രോണൈസേഷൻ. ഇതിൽ രണ്ട് വഴികളുണ്ട് എന്നാണ് പറയുന്നത്. രണ്ട് ഡയറക്ഷനിലൂടെ ഉള്ള ഒരു സിങ്ക്രോണൈസേഷനെയാണ് ടു വേ സിങ്ക്രോണൈസേഷൻ എന്ന് പറയുന്നത്. ടു വേ സിങ്ക്രോണൈസേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സിങ്ക്രോണൈസിങ് ഡാറ്റ ബിറ്റ്വീൻ ടു ഓർ മോർ സോഴ്സസ്, ensuring that changes made to one source and reflected in the other source in real time or near real time. അപ്പോൾ രണ്ട് വഴിയിലുണ്ടാവും. മീൻസ് ബൈലാറ്ററലാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഡാറ്റയെ വൺ ഓർ മോർ സോഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ഡാറ്റയെ സമന്വയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രോസസ്സ് നടത്തുന്ന വഴിയാണ്, അല്ലെങ്കിൽ അതാണ് എന്ത് ടു വേ സിങ്ക്രോണൈസേഷൻ. എൻഷുറിങ് ദാറ്റ് ഇൻ എ ചേഞ്ചസ് മെയ്ഡ് സോഴ്സ് റിഫ്ലക്റ്റഡ് ഇൻ അതർ സോഴ്സ്. ഒരു സോഴ്സിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷന് മറ്റു സൈഡിലും കാണും അറ്റ് എ ടൈമിൽ അല്ലെങ്കിൽ റിയൽ ടൈമിൽ അതവിടെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XY എന്ന് പറയുന്ന രണ്ട് ഫയലുകൾ, എക്സിലുള്ള ഡയറക്ഷനിൽ അല്ലെങ്കിൽ എക്സിലൊരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയൽ വൈയിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോകും. ഇനി എക്സിലുള്ള ഫയലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വൈയിലെ ഫയലും മാറും. ഇനി വൈയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതിലെ ഫയലിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എക്സിലെ ഫയലും മാറ്റം വരും. സ്വാഭാവികമായിട്ടും അത് ഓട്ടോമാറ്റിക്കലി മാറ്റങ്ങൾ വരും. ഒരു ഭാഗത്ത് മാറിയ മറു സൈഡിലും മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ് ഒരു ഫയൽ വൈയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി വൈ അതൊരു പുതിയ ഫയലാക്കി മാറ്റിയെന്ന് വിചാരിക്കുക. ആ ഫയൽ അതിൻ്റെ റിഫ്ലക്ഷൻ എവിടെയും കാണും, എക്സിലും കാണും. അപ്പോൾ രണ്ട് സൈഡിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നതാണ് ടു വേ സിങ്ക്രോണൈസേഷൻ. ഇനി വൺ വേ സിങ്ക്രോണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ സ്പെല്ലിങ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാതെ കേട്ടോ. ടൈപ്പ് ചെയ്യുമ്പോൾ മാറ്റം വരുന്നതാണ്, പിന്നെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ വൺ വേ സിങ്ക്രോണൈസേഷനാണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫയൽ മിററിംഗ്, ഫയൽ റിഫ്ലക്ഷൻ, ഫയൽ ബാക്കപ്പ് എന്നാണ് പറയുന്നത്. അണ്ടർ ഇറ്റ് ഫയൽസ് ആർ എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് വൺ ലൊക്കേഷൻ ഓൺലി. ഒരു സ്ഥലത്ത് മാത്രം മാറുന്നത്. നേരത്തെ ഞാൻ എക്സാമ്പിളായിട്ട് എക്സും വൈയും പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എക്സിൽ മാറിക്കഴിഞ്ഞാൽ XYക്കൊരു ഫയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് അവിടെ മാറ്റി, പക്ഷെ വൈയിൽ അത് മാറില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മാറ്റം വരാത്തതാണ്, ഒരു സൈഡ് മാത്രം മാറുന്നതാണ് വൺ വേ സിങ്ക്രോണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ച് മെയ്ഡ് ടു ദി സോഴ്സ് ആർ റിഫ്ലക്റ്റഡ് ടാർഗറ്റ്. എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത്, ഏത് സോഴ്സിലാണോ ചേഞ്ച് സംഭവിച്ചത് അവിടെ മാത്രമേ അത് ടാർഗറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മറ്റു സൈഡിൽ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷന് അവിടെ കാണൂല. ചേഞ്ച് മെയ്ഡ് ടു ദ ടാർഗറ്റ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സോഴ്സ്. അത് ബാക്ക് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോവില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ചേഞ്ച് മെയ്ഡ് ടു ദ സോഴ്സ് ആർ റിഫ്ലക്റ്റഡ് ടു ദ ടാർഗറ്റ് എന്ന് വെച്ചാൽ എന്താ? റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, പകർത്തിയെടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു സൈഡ് അല്ലെങ്കിൽ ടാർഗറ്റിന് മീൻസ് എക്സ് എന്ന് പറയുന്ന ഉറവിടം, ആ ഉറവിടത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തെ ബാധിക്കൂല എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചേഞ്ച് മെയ്ഡ് ടു ദ ആർ നോട്ട് റിഫ്ലക്റ്റഡ് ബാക്ക് ടു സോഴ്സ്. ഇനി വൈയിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലും ബാക്കിൽ മീൻസ് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലും എക്സിനെ അത് ബാധിക്കൂല. അതാണ് ആ രണ്ട് പോയിൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഭാഗമാണ് ഗൂഗിൾ അക്കൗണ്ട്. ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. ഒരു സ്മാർട്ട് ഫോൺ എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്നവരാണ്, ടാബ് ഉപയോഗിക്കുന്നവരാണ് അല്ലേ, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാത്തവരില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ യൂസിങ് ദീസ് 8 സ്റ്റെപ്സ് ആണ്. 8 സ്റ്റെപ്സാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ 8 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചാറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, യൂട്യൂബ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് വേണം? ഗൂഗിൾ അക്കൗണ്ട് വേണം.
ആ ഒരു 8 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ നമുക്കറിയാം അതൊക്കെ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗൂഗിളിൻ്റെ എല്ലാ സർവീസസുകളും ആക്സസ് ആവുള്ളൂ. അപ്പോൾ ആ 8 സ്റ്റെപ്പുകളൊന്ന് നോക്കാം നമുക്ക്. ഗോ ടു ഗൂഗിൾ സൈൻ അപ്പ് പേജ് ഇൻ യുവർ പ്രിഫേർഡ് ബ്രൗസർ. നമുക്ക് എന്താണ് ആ ഒരു പേജ് എടുത്തിട്ട് നമുക്ക് ഗൂഗിൾ സൈൻ അപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റർ ദ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ദെൻ പാസ്വേഡ് കീപ് മൈൻഡ് ടു യൂസർ നെയിം വിൽ ബിക്കം യുവർ ജിമെയിൽ അഡ്രസ്സ്. ജിമെയിൽ അഡ്രസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസർ നെയിം അതുപോലെ എന്താണ് മനസ്സിലാക്കി വെക്കുക. പാസ്വേഡ് അതുപോലെ ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും എൻ്റർ ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് അസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദെയർ മൊബൈൽ നമ്പർ റിക്കവർ ഇമെയിൽ ഐ ഡി. മൊബൈൽ നമ്പർ നമ്മൾ അവിടെ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? മെയിൽ ഐ ഡി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ജെൻഡർ ഇതൊക്കെ ഗൂഗിൾ ചോദിക്കും, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് നെക്സ്റ്റ്. അതുപോലെ തന്നെ ഇഫ് യു ഫസ്റ്റ് യൂസർ നെയിം ചോയ്സ് ടേക്കൺ യൂസർ നെയിം വേർഡ് വിൽ ബി ടേൺ റെഡ്. എന്താ പറഞ്ഞത്? നമ്മുടെ ഫസ്റ്റ് യൂസർ നെയിം ഗൂഗിൾ ചോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു റെഡ് കളറിലായിട്ട് അത് സക്സസ് ആയി എന്ന് കാണിക്കും. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. നമ്മുടെ പ്രൈവസി പോളിസിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ അവരുടെ ടേംസും കണ്ടീഷൻസും ഒക്കെ വരും. അത് നമ്മൾ എഗ്രി ആണെങ്കിൽ എഗ്രി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഗ്രി കൊടുത്തു കഴിഞ്ഞ് എഗ്രിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ 8 സ്റ്റെപ്പിലൂടെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന അല്ലേ, മീൻസ് നമ്മളൊരു സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത്? ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 8 സ്റ്റെപ്പ് ഓർത്തിരിക്കുക, അത് പഠിക്കുക. നെക്സ്റ്റ് ഒരു ഭാഗമാണ് നേവിഗേറ്റിംഗ് ഗൂഗിൾ ഡോക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സ്പ്രെഡ്ഷീറ്റും അതുപോലെ എന്താണ് വേർഡ് പ്രോസസ്സിങ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഡോക്സ് പറയുന്നത്. അപ്പോൾ നേവിഗേറ്റിംഗ് ഗൂഗിൾ ഡോക്സ് പറഞ്ഞാൽ നമുക്ക് അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ നേവിഗേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ടെക്സ്റ്റ് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ബാറിൽ വരുന്ന കാര്യങ്ങൾ. ഗൂഗിൾ ഡോക്സ് ഈ google.com ഓൺ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഗൂഗിൾ ഡോക്സ് വിൻഡോ will appear on the computer screen. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ google.com എന്ന ക്ലിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിൻഡോയിൽ നമ്മളെ സ്ക്രീനിൽ നമ്മൾ ആ ഗൂഗിൾ ഡോക്സ് കാണും. അവിടെ 5 ഓപ്ഷൻസാണ് കാണുന്നത്. ഗൂഗിൾ ഡോക്സ് എന്നാട്ടോ. ഗൂഗിൾ ഡോക്സ് എന്നാണ് സ്പെല്ലിങ് മാറിയിട്ടുണ്ട് കേട്ടോ. മീൻസ് നമ്മളിങ്ങനെ പറഞ്ഞു ടൈപ്പ് ചെയ്യുമ്പോഴേ അപ്പോൾ അതിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മാറ്റുക കേട്ടോ. പിന്നെ അതുപോലെ ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്, ഗൂഗിൾ ഫോം, അതുപോലെ ഗൂഗിൾ ഡ്രൈവ്, ഈ ഒരു 5 ഓപ്ഷൻസ് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഗൂഗിൾ ഡോക്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഗോ ടു docs.google.com എന്ന് ആ ഒരു .com അല്ലെങ്കിൽ ആ ഒരു ലിങ്കിൽ നമ്മൾ പോവുക. ഗൂഗിൾ ഡ്രൈവിൽ ഓപ്ഷൻ ക്ലിക്ക് ന്യൂ ഗൂഗിൾ ഷീറ്റ് ബ്ലാങ്ക് ഷീറ്റ് എന്ന് വേണം. അത് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ആൻഡ് ടൈറ്റിൽ സ്പ്രെഡ് ഷീറ്റ് ആൻഡ് ന്യൂ ടൈറ്റിൽ ഫോർ യുവർ പ്രൊജക്റ്റ് പ്ലാൻ. നമ്മുടെ പ്രൊജക്റ്റ് പ്ലാൻ എന്താണ് ടൈറ്റിലും അവിടെ എഴുതി കൊടുക്കുക. ഇനി എന്തെങ്കിലും ആഡ് കോളംസ് ആൻഡ് ഹെഡിങ്ങോ കോളംസ് എന്താണ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആഡ് കണ്ടൻറ്റ്, നമ്മുടെ കണ്ടൻറ്റ് എന്താ വെച്ചാൽ അത് ട്രാക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഒരു ഗൂഗിൾ ഡോക്സിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ. ഓക്കെ. അപ്പോൾ ഈ ഒരു പേജിൽ ചെറുതായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. മീൻസ് ക്ലിക്ക് അൺടൈറ്റിൽഡ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് കേട്ടോ. ഷീറ്റ് അല്ല സ്പ്രെഡ്ഷീറ്റ് കാണിക്കുന്നത്. അവിടെ ന്യൂ ടൈറ്റിൽ കൊടുക്കുക, കോളംസ് ആഡ് ചെയ്ത് കൊടുക്കുക, കണ്ടൻറ്റ് കൊടുക്കുക. ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. നെക്സ്റ്റ് ഭാഗം അടുത്ത വീഡിയോ ഇട്ട് വിടാം കേട്ടോ.